എത്താം. ശ്രീ മോഹൻ വർഗീസ്, എന്താകും മസ്കിന്റെ ഭാവി, മസ്കിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്ന് നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ PV അൻവറിന്റെ ഭാവിയാകുമോ മസ്കിന് അമേരിക്കയിൽ സംഭവിക്കുക രാഷ്ട്രീയത്തിൽ എന്ന് തോന്നുന്നു? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? PV അൻവറിനേക്കാൾ ഞാൻ ചേർത്ത് നിർത്തുന്നത് സാബു ജേക്കബിനോടാണ്. കാരണം സാബു ജേക്കബ് ഒന്നുമില്ലെങ്കിൽ സ്വന്തം തട്ടകത്തിൽ കിഴക്കമ്പലം പഞ്ചായത്തിലെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിൻ്റെ 2020 എന്ന പാർട്ടി കഴിഞ്ഞു. ഒരു വ്യവസായിക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് പരിമിതികളുണ്ട്, പരിധിയുണ്ട് ഇന്ത്യയിൽ. പക്ഷേ അമേരിക്കയിൽ അതിന് യാതൊരു പരിധിയുമില്ല, പരിമിതിയുമില്ല. പക്ഷേ വെദർ ദർ ഇസ് എ സ്പേസ്, അമേരിക്കൻ രാഷ്ട്രീയത്തിൽ, അമേരിക്കൻ വ്യവസ്ഥയിൽ ഒരു പുതിയ പാർട്ടിക്ക് ഒരു ഇടം കണ്ടെത്താനാവുമോ? ഈ ചോദ്യം തന്നെയാണ് ശ്രീ സജിമോൻ ആന്റണി വളരെ ഭംഗിയായി അത് ചരിത്രപരമായി എന്തുകൊണ്ട് മുൻകാല എക്സ്പെരിമെൻറ്റ്സ് വിജയിച്ചില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു. എനിക്ക് തോന്നുന്നത് ഈ ട്രംപ് വരച്ചിട്ട ഒരു ചിത്രം, അതായത് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ, അതിനെ പൂർണ്ണമായി റെപ്രസെൻ്റ് ചെയ്യുന്നതല്ല. ഈ സ്പെൻഡിങ്, അമേരിക്കൻ ഫെഡറൽ സ്പെൻഡിങ്, അത് പരമാവധി കുറച്ചുകൊണ്ട് വരാനുള്ള നിർദ്ദേശങ്ങളാണ് ഇലോൺ മസ്കിന് കൊടുത്തത്. ഇലോൺ മസ്ക് അതനുസരിച്ചാണ് ഡോഡ്ജിൽ വർക്ക് ചെയ്തത്. പക്ഷേ ആ ഒരു പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ലെജിസ്ലേഷൻ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത് ഒരു ലോങ് ടേമിൽ ഒരു ഡീപ്പ് ഡെറ്റ് ക്രൈസിസിലേക്ക് അമേരിക്കയെ എത്തിക്കും എന്ന ഒരു പ്രായോഗിക ചിന്തയാണ്. അങ്ങനെയുള്ള ചിന്തയുള്ള ഒരു ചെറിയ വിഭാഗം ആളുകൾ അമേരിക്കയിലുണ്ട്, കട്ടിങ് എക്രോസ് പാർട്ടീസ്. അത് ഡെമോക്രാറ്റുകളുണ്ട്, റിപ്പബ്ലിക്കൻസ് ഉണ്ട്, ഡിസെൻചാൻറ്റഡ് ഒരു ക്ലാസ് അവിടെ ഉണ്ട്. അത് നിഷേധിക്കാനാവില്ല. പക്ഷെ ആ ഇടത്തേക്ക് ഇറങ്ങി നിൽക്കണം എങ്കിൽ ഇലോൺ മസ്കിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. തൽക്കാലത്തേക്ക് ഇലോൺ മസ്ക് ഇപ്പോൾ പ്ലാൻ ചെയ്ത്, എനിക്ക് തോന്നുന്നത് ഈ ഒരു പാർട്ടി ലോഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും 50 സംസ്ഥാനങ്ങളിലെ വേരുകൾ ഉണ്ടാകണം. ഒരു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ അല്ലെങ്കിൽ മറ്റൊരു കാൻഡിഡേറ്റിനെതിരെ ട്രംപിന് മത്സരിക്കാനാവില്ല. 2 തവണയായി. ഒരു മത്സര രംഗത്തേക്ക് ഇലോൺ മസ്കിന് പ്രസിഡൻഷ്യൽ പോളിന് വരണമെങ്കിൽ അത് ഇന്നത്തെ നിലയിൽ സാധ്യമല്ല. കാരണം അമേരിക്കൻ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നു, അമേരിക്കയ്ക്കുള്ളിൽ ജനിച്ച ഒരാളായിരിക്കണം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ഹീ ഈസ് ഡിസ്ക്വാളിഫൈഡ്. മറ്റൊരാളെ നിർത്തി പിന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഗതികേട് അവിടെ മസ്കിനുണ്ടാകും. അത് പ്രസിഡൻഷ്യൽ ക്യാമ്പയിനാണ്. അതിനും 3.5 വർഷത്തിന് ശേഷം നടക്കേണ്ട കാര്യമാണ്. അതിനു മുൻപ് നടക്കേണ്ടത് ഇടക്കാല തിരഞ്ഞെടുപ്പാണ്. ഇവിടെയാണ് പർപ്പിൾ സ്റ്റേറ്റ്സിൻ്റെ പ്രസക്തി. ഇത് ചില പർപ്പിൾ സ്റ്റേറ്റ്, ഡെമോക്രാറ്റുകളിലേക്കും റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്കും ഒക്കെ ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നിൽക്കുന്ന ഏതാനും സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ ഏതാനും സെനറ്റർമാരെ സൃഷ്ടിക്കാൻ കഴിയുക, ഏതാനും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് അംഗങ്ങളെ ചില ഡിസ്ട്രിക്റ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുക, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വേഫർ തിൻ മാർജിനിലാണ് റിപ്പബ്ലിക്കൻസ് ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രംപിന് മുന്നോട്ട് ഭരണപരിഷ്കാരം നടത്തി മുന്നോട്ട് പോകാനാവും. ഈ ബില്ല് പാസ്സാക്കി എടുക്കാൻ കഴിഞ്ഞത് സെനറ്റിൻ്റെ 100 അംഗങ്ങളിൽ 53 പേര് റിപ്പബ്ലിക്കൻസാണ്. അപ്പോൾ ക്ലീനായിട്ട് മെജോറിറ്റി കിട്ടി. ഒരു ലേസർ തിൻ മാർജിൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ 434 അംഗങ്ങളിലും കൃത്യമായി 222 പേരുടെ പിൻബലമുണ്ട്. ഇത് മാറി മറിയാം. ഏതാനും MP-മാരെ പ്രൊവൈഡ് ചെയ്യാൻ മസ്കിൻ്റെ പുതിയ പാർട്ടിക്ക് കഴിഞ്ഞാൽ ആ പാർട്ടി ഡിസൈഡിങ് ഫാക്ടറായി മാറും. അതായിരിക്കണം ആദ്യ സ്റ്റെപ്പ്. പക്ഷേ ഇതിനൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്പ് ചെയ്യണം, ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകണം. ട്രംപിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിച്ചു വരാൻ പറ്റിയത്. വംശീയമായ ചില പ്രത്യേകതകളുള്ള ആളുകളുണ്ട്. അതുമാത്രമല്ല, കുടിയേറ്റ വിരുദ്ധത എന്ന വലിയൊരു പൊളിറ്റിക്കൽ ആൻഡ് എത്നിക് പ്ലാങ്ക് ഉണ്ട്. അതുമാത്രമല്ല, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന വലിയൊരു സ്വപ്നം നെയ്തെടുക്കാനുണ്ട്. ഇതൊന്നും ട്രംപുമായി കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് ഒരു പുതുമയുള്ള, മാത്രവുമല്ല പറഞ്ഞതൊക്കെ പാലിക്കാനുള്ള ചുവടുവയ്പ്പാണ് ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ ട്രംപ് നടത്തുന്നതും. അതുതന്നെയാണ് മസ്കിനെ അസ്വസ്ഥനാക്കിയിരിക്കുന്നത്. താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ